വെൽക്കം ടു ക്ലാസ് ബെൽ. 9th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഹാഫ് എ ഡേ. ഇത് എഴുതിയത് നാഗിബ് മഹ്ഫൗസ് എന്ന ഈജിപ്ഷ്യൻ റൈറ്ററാണ്. ഫസ്റ്റ് നമുക്ക് എബൌട്ട് ദ ഓഥർ ഒന്ന് നോക്കാം. നാഗിബ് മഹ്ഫൗസ് വാസ് ബോൺ ഇൻ ഓൾഡ് കെയ്റോ, ഈജിപ്റ്റ് ഇൻ 1911. After receiving his bachelor's degree in philosophy from Cairo University in 1934, Mahfouz joined the Egyptian civil service. നാഗിബ് മഹ്ഫൗസ് ഓൾഡ് കെയ്റോയിലാണ് ജനിച്ചത്. ഫിലോസഫിയിൽ അദ്ദേഹം ഡിഗ്രി സ്വന്തമാക്കി. അതിനുശേഷം ഈജിപ്ഷ്യൻ സിവിൽ സർവീസിൽ ജോലി ചെയ്തു. ഹീ ഈസ് റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൈറ്റേഴ്സ് ഇൻ അറബിക് ലിറ്ററേച്ചർ. അറബിക് ലിറ്ററേച്ചറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൈറ്ററായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. ഹി വാസ് ദ ഫസ്റ്റ് ഈജിപ്ഷ്യൻ ആൻഡ് ദ ഫസ്റ്റ് അറബ് റൈറ്റർ ടു വിൻ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ഈജിപ്തിൽ നിന്ന് ആദ്യമായിട്ട് സ്വന്തമാക്കിയ റൈറ്ററാണ് ഇദ്ദേഹം. ഹി പബ്ലിഷ്ഡ് 35 novels, around 350 short stories and 26 screenplays. His most famous work include the Cairo trilogy and the Children of Gevelevi. Many of Mahfouz's works have been made into films. He died on 30th August 2006. ഹാഫ് എ ഡേ എന്ന ഈ ചാപ്റ്ററിൽ ഒരു കുട്ടി ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നതും അവിടുത്തെ അവൻ്റെ അനുഭവങ്ങളുമാണ്. അതിനുശേഷം എൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ആ കുട്ടി ഓൾഡ് ഏജിലേക്ക് കടന്നു. അപ്പോൾ ഇതെപ്പോഴാണ് ഈ യൗവനപ്രായം അല്ലെങ്കിൽ ആ ഒരു മിഡിൽ ഏജ് പ്രായം കടന്നത്, അതൊന്നും നമ്മളോട് പറയുന്നില്ല. ആദ്യത്തെ ഭാഗത്ത് കുട്ടിയുടെ സ്കൂൾ അനുഭവങ്ങളും ലാസ്റ്റ് തീരുമ്പോൾ അദ്ദേഹം ഒരു വൃദ്ധനായി മാറിയതും ആണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഐ പ്രൊസീഡഡ് എലോങ്സൈഡ് മൈ ഫാദർ, ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ്, റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്സ്. ഞാൻ മുന്നോട്ട് നടക്കുകയായിരുന്നു എൻ്റെ ഫാദറിൻ്റെ കൂടെ. ഐ പ്രൊസീഡഡ് അതായത് മുന്നോട്ട് നടക്കുകയായിരുന്നു. എലോങ് സൈഡ് അതിൻ്റെ അച്ഛൻ്റെ അരികിലായിട്ട്. ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ് അദ്ദേഹത്തിൻ്റെ വലത് കൈയിൽ ഞാൻ ബലമായി പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മുറുക്കെ പിടിച്ചിട്ടുണ്ട്. റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്സ്. സ്ട്രൈഡ്സ് എന്ന് പറയുന്നത് കാലിങ്ങനെ വലിച്ചു വെച്ച് നടക്കുന്നതിനാണ്. അപ്പം അദ്ദേഹം കാല് വെക്കുന്നതിനൊപ്പം എത്താൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിനൊപ്പം ഓടുകയായിരുന്നു. ഓൾ മൈ ക്ലോത്ത്സ് വെയർ ന്യൂ. എൻ്റെ എല്ലാ ഡ്രസ്സുകളും ന്യൂ ആണ്, പുതിയതാണ്. ദ ബ്ലാക്ക് ഷൂസ്, ദ ഗ്രീൻ സ്കൂൾ യൂണിഫോം ആൻഡ് ദ റെഡ് ടബൂഷ്. എന്തൊക്കെയാണ് പുതിയത്? ബ്ലാക്ക് ഷൂ ഉണ്ട്, ഗ്രീൻ സ്കൂൾ യൂണിഫോം ഉണ്ട്, പച്ച കളറുള്ള സ്കൂൾ യൂണിഫോം, അതുപോലെ തന്നെ റെഡ് ടബൂഷ്. ടബൂഷ് എന്ന് പറയുന്നത് ഒരു ചെറിയ തൊപ്പിയാണ്. My delight in my new clothes, however, was mixed, for this was no feast day, but the day on which I was to be cast into school for the first time. My delight, എൻ്റെ ഹാപ്പിനെസ് അല്ലെങ്കിൽ എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഒരു മിക്സിങ് ആയിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫീലിംഗ് ഒരു മിക്സിങ് ആയിരുന്നു. അതായത് ഈ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, പക്ഷേ ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നതിൻ്റെ ഒരു ആകാംക്ഷയും എനിക്കുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന ഒരു മിക്സഡ് ഫീലിംഗ് ആണ് എനിക്കുണ്ടായിരുന്നത്. ഫോർ ദിസ് വാസ് നോ ഫീസ്റ്റ് ഡേ. ഇന്ന് അവിടെ ഫീസ്റ്റ് അല്ലെങ്കിൽ ആഘോഷമുള്ള ഒരു ദിവസമൊന്നും അല്ല, എൻ്റെ ആദ്യത്തെ സ്കൂൾ ദിനമാണ്. മൈ മദർ സ്റ്റുഡ് അറ്റ് ദി വിൻഡോ വാച്ചിങ് അസ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അമ്മ ജനലിനടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. And I would turn toward her from time to time, appealing for help. അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഞാനും അച്ഛനും കൂടി ഇറങ്ങിയപ്പോൾ മുതൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് തിരിഞ്ഞ് അമ്മയെ നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടൊരു സഹായത്തിന് വേണ്ടി യാചിക്കുന്നത് പോലെ നോക്കി. അതായത് അപ്പീലിംഗ് എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുക, യാചിക്കുക എന്നൊക്കെയാണ്. അമ്മയുടെ നേരെ നോക്കുകയാണ്. അപ്പം എന്തിനായിരിക്കും നോക്കുന്നത്? ഈ കുട്ടിക്ക് സ്കൂളിലേക്ക് പോകാൻ അത്ര താല്പര്യമൊന്നും ഇല്ല. വി വോക്ക്ഡ് എലോങ് ദ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്. ഞങ്ങൾ ആ ഗ്രാമത്തിലെ ആ ഒരു തെരുവുകളിലൂടെയൊക്കെ നടക്കാൻ തുടങ്ങി. അവിടെ എല്ലാം തോട്ടങ്ങൾ കൊണ്ട് ആ വഴി അതിരിങ്ങനെ തിരിച്ചിരുന്നു. ഓൺ ബോത്ത് സൈഡ്സ് വെയർ എക്സ്റ്റെൻസീവ് ഫീൽഡ്
planted with crops, prickly pears, henna trees, and few date palms. വഴിയുടെ രണ്ട് സൈഡിലും ധാരാളം ധാന്യങ്ങൾ അല്ലെങ്കിൽ വിളകളൊക്കെ കൃഷി ചെയ്തിരുന്ന തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതിനകത്ത് പ്രിക്ലി പിയേഴ്സ്, ഈ മുള്ളു പോലെയുള്ള ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഹെന്ന ട്രീസ്, മൈലാഞ്ചിയുടെ ചെടികളുണ്ട്. അതുപോലെ ഈന്തപ്പനകളുണ്ട്. ഇതൊക്കെ നിറഞ്ഞ തോട്ടമായിരുന്നു. വൈ സ്കൂൾ? ഐ ചലഞ്ച്ഡ് മൈ ഫാദർ ഓപ്പൺലി. ഐ ഷാൽ നെവർ ഡു എനിത്തിങ് ടു അനോയ് യു. പോകുന്ന വഴിക്ക് കുട്ടിയായ ഞാൻ അച്ഛനോട് ചോദിച്ചു, എന്തിനാണ് എന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്? ഞാൻ ഇനി അച്ഛൻ ഒരു ശല്യവും ഉണ്ടാക്കില്ല. അപ്പോൾ കുട്ടി വിചാരിക്കുന്നത് എന്തെങ്കിലും ശല്യം ഞാൻ വീട്ടിൽ ഉണ്ടാക്കാതിരിക്കാൻ എന്നെ സ്കൂളിൽ കൊണ്ടേ ആക്കുന്നു എന്നാണ്. അനോയ് എന്ന് പറഞ്ഞാൽ ശല്യം ചെയ്യുക. അപ്പോൾ കുട്ടി അച്ഛനോട് പറഞ്ഞു, ഇനി ഞാൻ ഒരു ശല്യവും ചെയ്യില്ല. ഐ ആം നോട്ട് പണിഷിങ് യു ആം ഐ? ഹി സെഡ് ലാഫിങ്. അച്ഛൻ അപ്പോൾ തിരിച്ച് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഞാൻ നിന്നെ ശിക്ഷിക്കാൻ പോവുകയാണോ? സ്കൂൾ ഈസ് നോട്ട് എ പണിഷ്മെന്റ്. സ്കൂൾ എന്ന് പറയുന്നത് ഒരു പണിഷ്മെന്റ് അല്ല, ഒരു ശിക്ഷയല്ല. ഇറ്റ് ഈസ് ദ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. ഡോണ്ട് യു വാണ്ട് ടു ഗ്രോ അപ്പ്? സ്കൂൾ എന്ന് പറയുന്നത് നല്ല ആൾക്കാരെ വാർത്തെടുക്കുന്ന ഒരു ഫാക്ടറിയാണ്. അതായത് സമൂഹത്തിനും അല്ലെങ്കിൽ രാജ്യത്തിനുമൊക്കെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ സംഭാവന ചെയ്യുന്ന ഒരു ഫാക്ടറി ആയിട്ടാണ് സ്കൂളിനെ അച്ഛൻ ഈ കുട്ടിയോട് പറയുന്നത്. അതുകൊണ്ട് നിനക്ക് അവിടെ സുഖമായിരിക്കും, അല്ലെങ്കിൽ നിന്നെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിസൺ ആക്കാനായിട്ടാണ് അങ്ങോട്ട് കൊണ്ടുവിടുന്നത് എന്നാണ് അച്ഛൻ ഈ കുട്ടിയോട് പറയുന്നത്. നിനക്ക് വളരാൻ ആഗ്രഹമില്ലേ എന്നും ചോദിക്കുന്നുണ്ട്. ഡോണ്ട് യു വാണ്ട് ടു ഗ്രോ അപ്പ്? ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. പക്ഷേ ഇതുകൊണ്ടൊന്നും എനിക്കൊരു വിശ്വാസവും വന്നില്ല. ഐ ഡിഡ് നോട്ട് ബിലീവ് there was really any good to be had in tearing me away from the intimacy of my home and throwing me into this building. ഇത്തിരി നീളമുള്ള സെന്റൻസ് ആണ്. ഐ ഡിഡ് നോട്ട് ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നില്ല. എന്ത്? there was really any good to be had in tearing me away from the intimacy of my home. എൻ്റെ ഏറ്റവും അടുപ്പം നിറഞ്ഞ, ഇൻറ്റിമസി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഊഷ്മളമായ ഒരു ബന്ധമുള്ള അല്ലെങ്കിൽ അടുപ്പം ഉള്ള. എനിക്ക് ഏറ്റവും അടുപ്പം എവിടെയാണെന്നാണ് ഈ കുട്ടി പറയുന്നത്? വീടുമായിട്ട്. നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണ് അല്ലെ? നമ്മുടെ വീടാണ് നമ്മുടെ ഏറ്റവും നല്ല ഒരു പ്ലേസ്, കംഫർട്ടബിൾ സോൺ. അപ്പൊ അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് എന്നെ പറിച്ചെറിയുന്നതിൽ ഒരു നല്ല കാര്യവും ഇല്ല എന്നാണ് ഈ കുട്ടി പറയുന്നത്. ആൻഡ് ത്രോയിങ് മീ ഇൻ ടു ദിസ് ബിൽഡിങ്. എന്നിട്ട് ആ ഇൻറ്റിമസി ഉള്ള വീട്ടിൽ നിന്ന് എന്നെ പറിച്ചെടുത്ത് എവിടേക്ക് എറിയുന്നു? ഈ കെട്ടിടത്തിലേക്ക്, ഈ സ്കൂളിലേക്ക് എറിയുന്നു. അപ്പൊ അതിനകത്ത് അത്ര നല്ല കാര്യമൊന്നും ഇല്ല എന്ന് കുട്ടി കരുതുന്നു. ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് സം ഹ്യൂജ് ഹൈ വോൾഡ് ഫോർട്രസ്. സ്കൂൾ എങ്ങനെയായിരിക്കുന്നേ? വലിയ പൊക്കത്തിലുള്ള വേലികളൊക്കെയുള്ള അല്ലെങ്കിൽ മതിലുള്ള ഒരു കോട്ട പോലെയാണ് സ്കൂൾ തോന്നുന്നത്. സ്റ്റേൺ ആൻഡ് ഗ്രിം. സ്റ്റേൺ ആൻഡ് ഗ്രിം എന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ ഗൗരവത്തോടെയുള്ള ഒരു ബിൽഡിംഗ് ആയിട്ടാണ് ഈ കുട്ടിക്ക് ആ സ്കൂൾ ബിൽഡിങ്ങിനെ തോന്നുന്നത്. ഫോർട്രസ് എന്ന് പറയുന്നത് കോട്ടയാണ്. വെൻ വി അറൈവ്ഡ് അറ്റ് ദി ഗേറ്റ്. അങ്ങനെ ഈ കുട്ടിയും അവൻ്റെ അച്ഛനും കൂടി സ്കൂൾ ഗേറ്റിന് മുൻപിൽ എത്തി. വി കുഡ് സീ ദ കോർട്ട്യാർഡ് വാസ്റ്റ് ആൻഡ് ക്രാംഡ് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. വി കുഡ് സീ ദ കോർട്ട്യാർഡ്. കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാൽ ആ സ്കൂളിന്റെ പരിസരം, മുറ്റമൊക്കെ ഇവർക്ക് കാണാൻ പറ്റി. വാസ്റ്റ് ആൻഡ് ക്രാംഡ് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. വാസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശാലമായ, ക്രാംഡ് എന്ന് പറഞ്ഞാൽ തിക്കിത്തിരക്കി, വളരെ കൂട്ടം കൂടിയുള്ള. ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. അപ്പം ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ നിറഞ്ഞ വിശാലമായ ഒരു സ്കൂൾ കോമ്പൗണ്ടിന്റെ മുൻപിൽ ഇവരെത്തി. ഗോ ഇൻ ബൈ യുവർ സെൽഫ്. അകത്തേക്ക് നീ തനിയെ പോകൂ എന്നച്ഛൻ പറഞ്ഞു. ഗോ ഇൻ ബൈ യുവർ സെൽഫ് സെറ്റ് മൈ ഫാദർ ആൻഡ് ജോയിൻ ദം. നീ തനിയെ അകത്തോട്ട് പോയി അവരുടെ കൂട്ടത്തിൽ ചേരൂ എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ് ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ് വോണ്ട് യു. അച്ഛൻ എന്താ പറഞ്ഞേ? നിന്റെ മുഖത്ത് നല്ല ഒരു ചിരി വരുത്തണം, എന്നിട്ട് മറ്റുള്ളവർക്ക് നല്ലൊരു ഉദാഹരണമായിട്ട് മാറണം.
കാരണം നല്ല കുട്ടികളെ ചൂണ്ടി എപ്പോഴും മറ്റുള്ളവരിങ്ങനെ ഉദാഹരണം പറയില്ലേ, അവനെ കണ്ടില്ലേ, അവൻ നന്നായിട്ട് പെരുമാറുന്നുണ്ടല്ലോ, നല്ല സ്വഭാവമാണല്ലോ, അങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പൊ അങ്ങനെ നല്ലൊരു എക്സാമ്പിളായി മറ്റുള്ളവരുടെ മുൻപിൽ അവൻ മാറണമെന്ന് അച്ഛൻ അവനോട് പറയുന്നു. വോണ്ട് യു, നീ അങ്ങനെ ആയി മാറില്ലേ എന്ന് ചോദിക്കുന്നു. I hesitated and clung to his hand. ഹെസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മടി, ചമ്മല്. ഐ ഹെസിറ്റേറ്റഡ്, എനിക്ക് മടിയായിരുന്നു, ഞാൻ അകത്തോട്ടൊന്നും പോകാതെ എന്ത് ചെയ്തു? ക്ലങ് ടു ഹിസ് ഹാൻഡ്, അച്ഛൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചു. ബട്ട് ഹീ ജെന്റ്ലി പുഷ്ഡ് മീ ഫ്രം ഹിം. പക്ഷെ അച്ഛൻ എന്നെ വളരെ പതുക്കെ തള്ളി മാറ്റി, അച്ഛൻ്റെ കൈ വിടുവിച്ചു. ബി ബോൾഡ് ഹി സെറ്റ്. ബോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? ധൈര്യം അല്ലെ? ബി ബോൾഡ് എന്ന് പറഞ്ഞാൽ ധൈര്യമായിരിക്കൂ, അച്ഛൻ പറഞ്ഞു. ടുഡേ യു ട്രൂലി ബിഗിൻ യുവർ ലൈഫ്. ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ്. ഇന്നാണ് യഥാർത്ഥത്തിൽ നിന്റെ ജീവിതം തുടങ്ങുന്നത്. യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ് ഫോർ യു വെൻ ഇറ്റ്സ് ടൈം ടു ലീവ്. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, ഇന്ന് മുതൽ ഈ സ്കൂളിൽ നിന്റെ ജീവിതം തുടങ്ങാൻ പോവുകയാണ്. യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ്. എപ്പോഴാണോ ഈ സ്കൂള് വിട്ട് നിനക്ക് പോകേണ്ടി വരുന്നത്, അപ്പോൾ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കും. നിനക്ക് ഈ സ്കൂളിൽ പഠനമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ആ ഒരു സമയത്ത് ഞാൻ നിന്നെ കാത്ത് ഇതിൻ്റെ പുറത്തുണ്ടായിരിക്കും എന്ന് അച്ഛൻ ഉറപ്പ് കൊടുത്തു. I took a few steps, then stopped and looked, but saw nothing. അപ്പോൾ അച്ഛൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ കൈയൊക്കെ വിടുവിച്ച് കുട്ടി കുറച്ച് സ്റ്റെപ്പ് അകത്തേക്ക് വന്നു. എന്നിട്ട് അവിടെ നിന്നിട്ട് ചുറ്റും നോക്കി. ബട്ട് സോ നത്തിങ്, പക്ഷെ അവിടെ ഒന്നും കാണാനില്ല. ദെൻ ദ ഫേസസ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് കെയിം ഇൻ ടു വ്യൂ. പതുക്കെ പതുക്കെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മുഖമൊക്കെ കാഴ്ചയിലേക്ക് വന്നു. അതായത് അകത്തേക്ക് കയറും തോറും കുട്ടികളുടെ അടുത്തേക്ക് ചെന്നു. ഐ ഡിഡ് നോട്ട് നോ എ സിംഗിൾ വൺ ഓഫ് ദം. അതിലൊരാളെ പോലും എനിക്കറിയില്ല. നൺ ഓഫ് ദം ന്യൂ മീ. അവർക്കാർക്കും എന്നെയും അറിയില്ല. ഐ ഫെൽറ്റ് ഐ വാസ് എ സ്ട്രേഞ്ചർ ഹു ഹാഡ് ലോസ്റ്റ് ഹിസ് വേ. ഞാനൊരു അപരിചിതനായിട്ട് തോന്നി. എനിക്ക് തന്നെ ഞാനൊരു അപരിചിതനായിട്ട് തോന്നി. അപരിചിതന് വഴി തെറ്റിയതുപോലെ, അതായത് എവിടെയെങ്കിലും ചെന്ന് വഴി നഷ്ടപ്പെട്ട, ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുന്ന ഒരാളെ പോലെ എനിക്ക് തോന്നി. ബട്ട് ഗ്ലാൻസസ് ഓഫ് ക്യൂരിയോസിറ്റി വെയർ ഡിറക്റ്റഡ് ടുവാർഡ് മീ ആൻഡ് എ ബോയ് അപ്രോച്ച്ഡ് ആൻഡ് ആസ്ക്ഡ് ഹൂ ബ്രോട്ട് യു. പക്ഷേ പതുക്കെ പതുക്കെ പലരുടെയും നോട്ടം, ഗ്ലാൻസസ് എന്ന് പറഞ്ഞാൽ നോട്ടം, അപ്പോൾ പലരുടെയും ആകാംക്ഷ നിറഞ്ഞ, ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ആകാംക്ഷ. അപ്പോൾ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരും പുതിയതായി, അവരെല്ലാം അവിടെ നേരത്തെ എത്തി. അപ്പോൾ പിന്നീട് കടന്നു വരുന്നവരെ വളരെ ആകാംക്ഷയോടെ ആൾക്കാർ നോക്കില്ലേ എന്ന് പറഞ്ഞതുപോലെ ആകാംക്ഷയോടെ ആ കണ്ണുകൾ ഇദ്ദേഹത്തിൻ്റെ നേർക്ക് തിരിഞ്ഞു. അതിലൊരു ആൺകുട്ടി അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, ആരാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്? ഹൂ ബ്രോട്ട് യു? മൈ ഫാദർ, ഐ വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ പതുക്കെ പറഞ്ഞു, എൻ്റെ അച്ഛനാണ് എന്നെ ഇവിടെ എത്തിച്ചത്. മൈ ഫാദേഴ്സ് ഡെഡ്, ഹീ സെഡ് ക്വൈറ്റ് സിംപ്ലി. അപ്പോൾ ആ വന്ന് ചോദിച്ച കുട്ടി ഇവന്റെ മറുപടി കേട്ടു. ഇവൻ എന്താണ് പറഞ്ഞത്? എൻ്റെ അച്ഛനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ആ കുട്ടി വളരെ സിമ്പിളായിട്ട് പറയാണ്, എൻ്റെ അച്ഛൻ മരിച്ചുപോയി. ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. അതിനെന്താണ് മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. ദ ഗേറ്റ് വാസ് ക്ലോസ്ഡ്, ലെറ്റിംഗ് ഔട്ട് എ പിറ്റിയബിൾ സ്ക്രീച്ച്. ആ സമയത്ത് ആ സ്കൂളിൻ്റെ ഗേറ്റ് അടച്ചു. ഇനിയിപ്പോൾ ആർക്കും അകത്തേക്കും പുറത്തേക്കും ഒന്നും പോകാൻ പറ്റില്ല. ലെറ്റിംഗ് ഔട്ട് എ പിറ്റിയബിൾ സ്ക്രീച്ച്. പിറ്റിയബിൾ എന്ന് പറഞ്ഞാൽ ദയനീയമായ എന്നൊരർത്ഥമാണ്. സ്ക്രീച്ച് ഒരലർച്ച, അതായത് ഇത്തിരി തുരുമ്പൊക്കെയുള്ള ഒരു ഗേറ്റ് അടയ്ക്കുമ്പോൾ ഒരു ശബ്ദം ഉണ്ടല്ലോ, അതുപോലെ. ലെറ്റിംഗ് ഔട്ട് എ പിറ്റിയബിൾ സ്ക്രീച്ച്. സം ഓഫ് ദി ചിൽഡ്രൻ ബേഴ്സ്റ്റ് ഇൻ ടു ടീയേഴ്സ്. ചില കുട്ടികൾ അലറി കരയാൻ തുടങ്ങി, ചിലർ പതുക്കെ കരയാൻ തുടങ്ങി. ദ ബെൽ റാങ്. എ ലേഡി കെയിം എലോങ് ഫോളോഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മെൻ. ആ സമയത്ത് സ്കൂളിലെ ബെല്ലടിച്ചു, ഒരു ലേഡി വന്നു, ആ ലേഡിയുടെ കൂടെ കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു. ദ മെൻ ബിഗാൻ സോർട്ടിങ് ആസ് ഇൻ ടു റാങ്ക്സ്.
ആ സ്ത്രീയുടെ കൂട്ടത്തിൽ വന്ന ആ പുരുഷന്മാര് കുട്ടികളെ എല്ലാവരും പല റാങ്കുകളിലാക്കി തിരിച്ചു, പല കാറ്റഗറി ആക്കി. ദിസ് ഈസ് യുവർ ന്യൂ ഹോം സെഡ് ദ വുമൺ. ആ സ്ത്രീ പറഞ്ഞു, ഇതാണിനി നിങ്ങളുടെ പുതിയ വീട്. ഹിയർ ടു ദെയർ ആർ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്. ഇവിടെ നിങ്ങൾക്ക് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്. ഹിയർ ദെയർ ഈസ് എവറിത്തിങ് ദാറ്റ് ഈസ് എൻജോയബിൾ ആൻഡ് ബെനഫിഷ്യൽ ടു നോളജ് ആൻഡ് ലൈഫ്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിനും നിങ്ങളുടെ അറിവിനും വേണ്ടതെല്ലാം ഇവിടെ കിട്ടും. ഡ്രൈ യുവർ ടീയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി വോണ്ട് യു. നിങ്ങൾ നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കൂ, എന്നിട്ട് ജീവിതത്തെ വളരെ സന്തോഷത്തോടെ ഫേസ് ചെയ്യൂ. നിങ്ങൾ അങ്ങനെ ചെയ്യില്ലേ? അപ്പോൾ ആ സ്ത്രീ ആയിരിക്കാം അവരുടെ ടീച്ചർ. അതാരാണെന്ന് ഇപ്പം ഇവിടെ പറയുന്നില്ല, എങ്കിലും ആ സ്ത്രീ ഈ കുട്ടികളോട് പറഞ്ഞു, ഇനി മുതൽ ഇതാണ് നിങ്ങളുടെ വീട്. ഇവിടെ നിങ്ങൾക്ക് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്, അതുപോലെയുള്ള ആൾക്കാര് നിങ്ങളെ ഇവിടെ കെയർ ചെയ്യാനുണ്ട്. നിങ്ങളുടെ ജീവിതത്തിനും പഠനത്തിനും വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും. അങ്ങനെ നിങ്ങൾ ധൈര്യപൂർവ്വം ജീവിതത്തെ സമീപിക്കൂ എന്ന് ആ സ്ത്രീ ഇവരോട് പറഞ്ഞു. We submitted to the facts and this submission brought a sort of contentment. ഞങ്ങളെന്ന് പറയുന്നത് ആ കുട്ടികള് എല്ലാവരും കൂടി സത്യത്തോട് അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ടു, അതിന് സമ്മതിച്ചു. ആൻഡ് ദിസ് സബ്മിഷൻ ബ്രോട്ട് എ സോർട്ട് ഓഫ് കണ്ടെന്റ്മെന്റ്. കണ്ടെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സംതൃപ്തി. അങ്ങനെ ഞങ്ങൾ ആ സ്കൂൾ ലൈഫ്, അത് വീട്ടിൽ നിന്ന് മാറി നിൽക്കണം അല്ലെങ്കിൽ അവിടെ പഠിക്കാനാണ് വന്നത് എന്നുള്ള ആ ഫാക്ട്സിനോടൊക്കെ ഞങ്ങൾ പൊരുത്തപ്പെട്ടു. അത് ഞങ്ങളിൽ വല്ലാത്ത സംതൃപ്തി നിറച്ചു. ലിവിങ് ബീയിങ്സ് are drawn to other living beings and from the first moment my heart made friends with such boys as were to be my friends. ലിവിങ് ബീയിങ്സ്, ജീവനുള്ള എല്ലാവരും മറ്റുള്ള ജീവനുള്ള ആൾക്കാരോട് ആകർഷിക്കപ്പെടും. അങ്ങനെ തന്നെ ഞാൻ ആ കുട്ടികളോടൊക്കെ ഫ്രണ്ട്ഷിപ്പിലായി. ഞാൻ അങ്ങനെ അവരോടൊക്കെ കൂട്ടുകൂടാനായിട്ട് തുടങ്ങി. and fell in love with such girls as I was to be in love with. അങ്ങനെ ഞാൻ അവിടെയുള്ള ആ പെൺകുട്ടികളോടൊക്കെ സ്നേഹത്തിലായി, അവരോടൊക്കെ കൂട്ടുകൂടാൻ ആരംഭിച്ചു. Then it seemed to me my misgivings had no basis. അങ്ങനെ എനിക്ക് മനസ്സിലായി തുടങ്ങി എൻ്റെ സംശയങ്ങൾ, മിസ്ഗിവിങ്സ് എന്ന് പറഞ്ഞാൽ സംശയങ്ങൾ, ആശങ്കകൾ, അതിനൊന്നും ഒരു ബേസിസും ഇല്ല. ഇവിടെ എനിക്ക് ജീവിതം യഥാർത്ഥത്തിൽ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പോന്നപ്പോഴുള്ള എൻ്റെ ആ സംശയങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങി. I had never imagined school would have this rich variety. ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഒരു സ്കൂളിന് ഇത്രയേറെ വൈവിധ്യമാർന്ന ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തരാൻ പറ്റും എന്ന്, അല്ലെങ്കിൽ സ്കൂളിൽ ഇത്രയേറെയധികം വൈവിധ്യമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. We played all sorts of games. എല്ലാ തരത്തിലുള്ള കളികളും ഞങ്ങൾ കളിച്ചു. സ്വിങ്സ്, the vaulting horse, ball games, etc. അതായത് ഊഞ്ഞാലുകളൊക്കെ ഉണ്ട്, അതുപോലെ ഹോഴ്സ് റൈഡിംഗ് ഉണ്ട്, ബോൾ ഗെയിംസ് ഉണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള കളികളുണ്ട്. ഇൻ ദി മ്യൂസിക് റൂം വി ചാന്റഡ് അവർ ഫസ്റ്റ് സോങ്. മ്യൂസിക് റൂമിൽ എത്തിയപ്പോൾ ആദ്യത്തെ ഞങ്ങളുടെ ഗീതങ്ങളൊക്കെ ഞങ്ങൾ പഠിക്കാൻ തുടങ്ങി. വി ഓൾസോ ഹാഡ് അവർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ്. ഭാഷകളൊക്കെ പഠിക്കാനായിട്ട് തുടങ്ങി. വി സോ എ ഗ്ലോബ് ഓഫ് ദി എർത്ത് വിച്ച് റിവോൾവ്ഡ് ആൻഡ് ഷോഡ് ദ വേരിയസ് കോണ്ടിനെന്റ്സ് ആൻഡ് കൺട്രീസ്. പല ഭൂഖണ്ഡങ്ങളെയും പല രാജ്യങ്ങളെയും ഒക്കെ കാണിച്ചു തരുന്ന ഗ്ലോബ് ഞങ്ങൾ കണ്ടു. വി സ്റ്റാർട്ടഡ് ലേണിംഗ് ദ നമ്പേഴ്സ്. അക്കങ്ങളൊക്കെ പഠിക്കാനായിട്ട് ആരംഭിച്ചു. വി എയ്റ്റ് ഡെലീഷ്യസ് ഫുഡ്, took a little nap and woke up to go on with friendship and love, play and learning. ഞങ്ങൾ വളരെ രുചികരമായ ആഹാരങ്ങൾ, ഡെലീഷ്യസ് ആയിട്ടുള്ള ആഹാരമൊക്കെ കഴിക്കാൻ തുടങ്ങി. നാപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ ഉറക്കമാണ്, വലിയ ഗാഢമായിട്ടുള്ള സ്ലീപ്പല്ല, ചെറിയ ഉറക്കം. അങ്ങനെ ഉറങ്ങാൻ ആരംഭിച്ചു. അതുപോലെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടും സ്നേഹത്തിന് വേണ്ടിയിട്ടും കളിക്കാനും പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ആ ചെറിയ ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റു. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ആ സ്കൂളിലെ ജീവിതം എന്ന് പറഞ്ഞത് പലതരത്തിലുള്ള അറിവുകൾ നിറഞ്ഞതായിരുന്നു. എല്ലാത്തരം കാര്യങ്ങളും അവിടെ നിന്ന് പഠിക്കാനായിട്ട് തുടങ്ങി. As our path revealed itself to us, however,
we did not find it as totally sweet and unclouded. As our path revealed itself to us, however, we did not find it as totally sweet and unclouded. ഞങ്ങളുടെ വഴികൾ ഞങ്ങളുടെ മുന്നിൽ തുറന്ന് കിട്ടി. എന്നിരുന്നാലും ആ വഴികളെല്ലാം വളരെ മധുരമുള്ളതും മേഘങ്ങൾ അല്ലെങ്കിൽ കാർമേഘങ്ങളൊന്നും ഇല്ലാത്തതും ആയിരുന്നില്ല. അതായത് അവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്കൂൾ ലൈഫ് എപ്പോഴും സന്തോഷം മാത്രം നൽകുന്നത് ആയിരുന്നില്ല. അവർക്ക് മനസ്സിലായി, ആ കുട്ടികൾക്ക് എല്ലാവർക്കും മനസ്സിലായി, ഇതാണ് ഈ അറിവ് ആർജിക്കുക അല്ലെങ്കിൽ ലേണിംഗ് അല്ലെങ്കിൽ ഈ സ്കൂൾ ലൈഫ് ആണ് അവരുടെ മുന്നോട്ടുള്ള ജീവിതമെന്ന്. എന്നാൽ ആ ജീവിതത്തിലോട്ടുള്ള വഴികളെല്ലാം മധുരം നിറഞ്ഞത് ആയിരുന്നില്ല. അൺക്ലൗഡഡ് എന്ന് പറഞ്ഞാൽ മേഘങ്ങളില്ലാത്ത അല്ലെങ്കിൽ പ്രസന്നമായ ആകാശം എന്നൊക്കെയാണ്. Desolate winds and unexpected accidents could happen suddenly. So we had to be watchful and very patient. ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും പൊടിക്കാറ്റുകൾ അടിച്ചുകൊണ്ടേയിരുന്നു, അല്ലെങ്കിൽ എപ്പോഴും അവരുടെ സ്കൂളിലേക്കൊക്കെ പൊടിക്കാറ്റിന്റെ ശല്യം ഉണ്ടായിരുന്നു. അതുപോലെ ഓടിച്ചാടി കളിക്കുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അപ്രതീക്ഷിതമായിട്ട് ആക്സിഡൻസ് ഒക്കെ പറ്റി ഇവർക്ക് മുറിവുകൾ പറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും എപ്പോഴും വാച്ച്ഫുൾ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാ കാര്യങ്ങളെയും ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആൻഡ് വെരി പേഷ്യന്റ്, അതോടൊപ്പം ക്ഷമയോടെ കാത്തിരുന്നു. ഇറ്റ് വാസ് നോട്ട് ഓൾ എ മാറ്റർ ഓഫ് പ്ലേയിങ് ആൻഡ് ഫൂളിങ് എറൗണ്ട്. ഇതെല്ലാം എപ്പോഴും കളികളും തമാശകളും മാത്രം നിറഞ്ഞതായിരുന്നില്ല ഇവരുടെ ചുറ്റുപാട്. പകരം rivalries could bring about pain and hatred or give rise to fighting. Rivalries എന്ന് പറഞ്ഞാൽ ശത്രുത. കുട്ടികൾ തമ്മിൽ ശത്രുതയുണ്ടായിരുന്നു. ആ ശത്രുത വെറുപ്പിലേക്കും അതുപോലെ വേദനയിലേക്കും ഒക്കെ നയിച്ചിരുന്നു. പലപ്പോഴും ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റിംഗ്, അടിയൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. ആൻഡ് while the woman would sometimes smile, she would often scowl and scold. SCOWL, scowl എന്ന് പറഞ്ഞാൽ പുച്ഛം, scold എന്ന് പറഞ്ഞാൽ ശകാരിക്കുക. അതായത് ആ വുമൺ എന്ന് പറഞ്ഞാൽ ഇവര് സ്കൂളിൽ ചെന്ന ദിവസം കുറച്ച് ആൾക്കാരുടെ കൂട്ടത്തിൽ വന്ന് ഇവരോട് പറഞ്ഞില്ലേ, ഇനി ഇത് നിങ്ങളുടെ വീടായിട്ട് കരുതണം, ഇവിടെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ളതെല്ലാം ഉണ്ട് എന്നൊക്കെ. അപ്പൊ ആ സ്ത്രീ ചിലപ്പോഴൊക്കെ ഇവരോട് സ്മൈൽ ചെയ്യും, ചിലപ്പോഴൊക്കെ ഇവരെ ശകാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈവൻ മോർ ഫ്രീക്വന്റ്ലി ഷീ വുഡ് റിസോർട്ട് ടു ഫിസിക്കൽ പണിഷ്മെന്റ്. പലപ്പോഴും ഇവർക്ക് ശാരീരികമായ ശിക്ഷാവിധികളും ആ സ്ത്രീയിൽ നിന്ന് കിട്ടിയിരുന്നു. ദ ബെൽ റാങ് അനൗൺസിംഗ് ദ പാസിംഗ് ഓഫ് ദി ഡേ ആൻഡ് ദ എൻഡ് ഓഫ് വർക്ക്. അടുത്ത പാരഗ്രാഫിൽ പറയുകയാണ്, ദ ബെൽ റാങ് അനൗൺസിംഗ് ദ പാസിംഗ് ഓഫ് ദി ഡേ. ബെല്ല് അടിച്ചു, അങ്ങനെ ഇന്നത്തെ ദിവസം കഴിയാറായി, സ്കൂളിലെ ആ വർക്ക് കഴിയാറായി എന്ന് മനസ്സിലായി. The throngs of children rushed toward the gate which was opened again. Throng എന്ന് പറഞ്ഞാൽ കൂട്ടമായിട്ട് കുട്ടികൾ ഗേറ്റിന് വെളിയിലേക്ക് വരാൻ തുടങ്ങി. വീണ്ടും ആ ഗേറ്റ് ഓപ്പൺ ചെയ്തു. I bid farewell to friends. ഞാൻ കൂട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞു. And sweethearts and passed through the gate. ഞാൻ ഫ്രണ്ട്സിനോടും എൻ്റെ സ്വീറ്റ് ഹാർട്ട്സിനോടും ഒക്കെ യാത്രയൊക്കെ പറഞ്ഞ് ഗേറ്റിന് വെളിയിലേക്ക് വന്നു. I peered around but found no trace of my father. ചുറ്റും അദ്ദേഹം നോക്കി, അവിടെ എങ്ങും അദ്ദേഹത്തിന്റെ അച്ഛനെ കാണാനുണ്ടായിരുന്നില്ല. Who had promised to be there. അദ്ദേഹം എന്നോട് പ്രോമിസ് ചെയ്തിരുന്നു, നീ എപ്പോഴാണോ ഈ ഗേറ്റിന് വെളിയിലേക്ക് വരുന്നത് അപ്പോൾ ഞാനിവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ വന്ന് നോക്കിയിട്ട് അദ്ദേഹത്തെ കാണുന്നില്ല. I stepped aside to wait. ഞാൻ ആ ഒരു സൈഡിലേക്ക് മാറി നിന്ന് അച്ഛനെ കാത്തു നിൽക്കാനായിട്ട് ആരംഭിച്ചു. When I had waited for a long time without avail. Avail എന്ന് പറഞ്ഞാൽ ഹെൽപ്പ്. മറ്റൊന്നും ചെയ്യാനില്ല, മറ്റൊരു സഹായവും എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ അച്ഛനെ കാത്ത് അവിടെ നിന്നു. I decided to return home on my own. കുറച്ച് സമയത്തിന് ശേഷം ഞാൻ തീരുമാനിച്ചു, അച്ഛനെ കാണുന്നില്ല, എന്തായാലും വീട്ടിൽ പോകണമല്ലോ, അപ്പൊ തനിച്ച് തിരിച്ചു പോയേക്കാം. After I had taken a few steps, a middle-aged man passed by. ഞാൻ കുറച്ചങ്ങോട്ട് മുന്നോട്ട് നടന്നു വീട്ടിലേക്ക് പോകാനായിട്ട്. ആ സമയത്ത് മിഡിൽ ഏജ് എന്ന് പറഞ്ഞാൽ ഒരു മധ്യവയസ്സ്, അതായത് ഒരു 50 വയസ്സോളം ഒക്കെ പ്രായമുള്ള ഒരാളെ കണ്ടു. And I realized at once
that I knew him. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി അയാളെ എനിക്ക് പരിചയമുള്ളയാളാണ്. He came toward me, smiling and shook me by hand. അദ്ദേഹം എൻ്റെ അടുത്തോട്ട് വന്ന് ചിരിച്ച് എൻ്റെ കൈയെ പിടിച്ചു. Saying, it's a long time since we last met. How are you? വളരെ നാളുകളായല്ലോ നമ്മൾ തമ്മിൽ കണ്ടിട്ട്, എങ്ങനെ ഇരിക്കുന്നു എന്ന് അയാൾ എന്നോട് ചോദിച്ചു. അതാരാണെന്നൊന്നും പറയുന്നില്ല, എനിക്ക് പരിചയമുണ്ട് എന്നേ ഇവിടെ പറയുന്നുള്ളൂ. വിത്ത് എ നോഡ് ഓഫ് മൈ ഹെഡ്. നോഡ് എന്ന് പറഞ്ഞാൽ തല കുലുക്കുക, എൻ്റെ തല കുലുക്കി ഞാൻ. ഐ അഗ്രീഡ് വിത്ത് ഹിം ആൻഡ് ഇൻ ടേൺ ആസ്ക്ഡ്, ആൻഡ് യു ഹൗ ആർ യു? എൻ്റെ തല കുലുക്കി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്ക് എങ്ങനെയുണ്ട്, നീ സുഖമായിരിക്കുന്നു? ആസ് യു ക്യാൻ സീ, നോട്ട് ഓൾ ദാറ്റ് ഗുഡ്, ദ ഓൾ മൈറ്റ് ബി പ്രൈസ്ഡ്. അദ്ദേഹം പറഞ്ഞു, നിനക്ക് കാണാൻ കഴിയുന്നത് പോലെ എല്ലാം അത്ര നല്ലതല്ല, ആ ദൈവത്തിന് മഹത്വം പറഞ്ഞതുകൊണ്ട് അയാൾ പോയി. Again he shook me by the hand and went off. I proceeded a few steps, then came to a startled halt. ഞാൻ വീണ്ടും മുന്നോട്ട് നടക്കാൻ ആരംഭിച്ചു. അതായത് എന്നോട് സംസാരിച്ച ആ ആള് എൻ്റെ കയ്യിലൊക്കെ ഒന്ന് പിടിച്ചു കുലുക്കി വീണ്ടും അയാൾ പോയി. അതിനുശേഷം ഞാൻ മുന്നോട്ട് നടന്നു. സ്റ്റാർട്ടിൽഡ് എന്ന് പറഞ്ഞാൽ സഡൻ ഷോക്കാണ്, പെട്ടെന്നുണ്ടാകുന്ന ഒരു ഭയം. ഹോൾട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്, നിന്നുപോയി. അതായത് പെട്ടെന്ന് ഭയം കൊണ്ട് ഞാൻ നിന്നുപോയി. ഗുഡ് ലോർഡ്, വേർ വാസ് ദ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഭയന്നത്? അദ്ദേഹം സ്കൂളിലേക്ക് വരുമ്പോൾ കണ്ട ആ തോട്ടങ്ങളൊന്നും അവിടെയില്ല. നമ്മളോട് ആദ്യത്തെ പാരഗ്രാഫിലൊക്കെ പറഞ്ഞിരുന്നു, അദ്ദേഹം വരുന്ന വഴിക്ക് റോഡിന് സൈഡിലായിട്ട് ധാരാളം തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ കാണാനില്ല. വേർ ഹാഡ് ഇറ്റ് ഡിസപ്പിയർഡ് ടു. എവിടേക്കാണ് അതൊക്കെ മറഞ്ഞു പോയത്? വെൻ ഡിഡ് ഓൾ ദീസ് വെഹിക്കിൾസ് ഇൻവേഡ് ഇറ്റ്, ആൻഡ് വെൻ ഡിഡ് ഓൾ ദീസ് ഹോർഡ്സ് ഓഫ് ഹ്യൂമാനിറ്റി കം ടു ലീവ് അപ്പോൺ ഇറ്റ്സ് സർഫസ്. എപ്പോഴാണ് ഈ വാഹനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിറഞ്ഞത്? വെഹിക്കിൾസ് എന്നാണ് അതിൻ്റെ ശരിയായ പ്രൊനൗൺസിയേഷൻ. ആൻഡ് വെൻ ഡിഡ് ഓൾ ദീസ് ഹോർഡ്സ് ഓഫ് ഹ്യൂമാനിറ്റി, ഹോർഡ്സ് എന്ന് പറഞ്ഞാൽ കൂട്ടം, എപ്പോഴാണ് ഇത്രയധികം മനുഷ്യക്കൂട്ടങ്ങൾ ഇവിടെ താമസിക്കാൻ ആരംഭിച്ചത്? ഹൗ ഡിഡ് ദീസ് ഹിൽസ് ഓഫ് റെഫ്യൂസ് കം ടു കവർ ഇറ്റ് സൈഡ്സ്. എപ്പോഴാണ് ഈ കുന്നുകൾ അതിൻ്റെ സൈഡുകളൊക്കെ മറയ്ക്കാൻ നിരാകരിച്ചത്, അല്ലെങ്കിൽ മറയ്ക്കുന്നില്ല എന്ന് തീരുമാനിച്ചത്? ആൻഡ് വേർ ദ ഫീൽഡ്സ് ദാറ്റ് ബോർഡേർഡ് ഇറ്റ്. എവിടെയാണ് ആ മലകളെയും കുന്നുകളെയും ഒക്കെ, അല്ലെങ്കിൽ റോഡിനെയും ഒക്കെ അതിരിട്ടിരുന്ന ആ പാടങ്ങളൊക്കെ എവിടെ പോയി? അതൊന്നും കാണാനില്ല. സ്കൂളിലേക്ക് വരുമ്പോൾ കണ്ട കാഴ്ചകളൊന്നും ഇപ്പോൾ അവിടെ ഇല്ല. അതൊരു നഗരമായിട്ട് മാറിയിരിക്കുന്നു. ഹൈ ബിൽഡിങ്സ് had taken over. The street surged with children and disturbing noise shook the air. എല്ലായിടത്തും വലിയ വലിയ കെട്ടിടങ്ങളാണ്. അതുപോലെ സ്ട്രീറ്റിലൊക്കെ ധാരാളം കുട്ടികളുണ്ട്. നല്ല ശബ്ദമാണ് എല്ലായിടത്തും, അന്തരീക്ഷത്തിൽ എല്ലായിടത്തും ഉയർന്ന ശബ്ദം കേൾക്കുന്നു. Then there was a band announcing the opening of a circus with clowns and weightlifters walking in ഫ്രണ്ട്. അപ്പോഴേക്കും അവിടെ ഒരു അനൗൺസ്മെന്റ് കേട്ടു. ആ അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് ഒരു സർക്കസിന്റെ വരവിനെ പറ്റിയാണ്. എ ലൈൻ ഓഫ് ട്രക്സ് carrying central security troops crawled majestically by. ഒരു കൂട്ടം പട്ടാളക്കാരുടെ വാഹനങ്ങൾ വളരെ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിൽ അതിലെ പോകുന്നു. The siren of a fire engine shrieked. പെട്ടെന്ന് തന്നെ ഒരു ഫയർ എഞ്ചിന്റെ ഒരു അലറിക്കരച്ചിൽ, അല്ലെങ്കിൽ വളരെ ഉയർന്ന ഒരു ശബ്ദം അവിടെ മുഴങ്ങി. And it was not clear how the vehicle would cleave its way to reach the blazing fire. ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീയുടെ അടുത്തേക്ക് ഇത്രയധികം വാഹനങ്ങളെ കടന്ന് എങ്ങനെ ആ ഫയർ എഞ്ചിൻ പോകും എന്നതിനെ പറ്റി ഒരു ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഇല്ല. A battle raged between a taxi driver and his passenger. അവിടെ ഒരു യുദ്ധം നടക്കുകയാണ്. ആര് തമ്മിൽ? ടാക്സി ഡ്രൈവറും അയാളുടെ പാസഞ്ചറും തമ്മിൽ, അയാളുടെ യാത്രക്കാരനും തമ്മിൽ. While the passenger's wife called out for help and no one answered. ടാക്സി ഡ്രൈവറും യാത്രക്കാരനും തമ്മിൽ നല്ല യുദ്ധം നടക്കുകയാണ്.
ആ സമയത്ത് ആ യാത്രക്കാരന്റെ ഭാര്യ സഹായത്തിനായിട്ട് പലരെയും വിളിച്ചു, പക്ഷെ ആരും വന്നില്ല. Good God, I was in a daze. My head spun. I almost went crazy. How could all this have happened in half a day between early morning and sunset? I was in a daze. Daze means unable to think and act properly. അതായത് പരിഭ്രമിച്ച് നിൽക്കുക. മൈ ഹെഡ് സ്പൺ, എൻ്റെ തല കറങ്ങുന്നു. ഐ ഓൾമോസ്റ്റ് വെൻ ക്രേസി, എനിക്ക് ആകെപ്പാടെ പരിഭ്രമമായി, എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഹൗ കുഡ് ഓൾ ദിസ് ഹാവ് ഹാപ്പൻഡ് ഇൻ ഹാഫ് എ ഡേ ബിറ്റ്വീൻ ഏർലി മോർണിംഗ് ആൻഡ് സൺസെറ്റ്? എങ്ങനെയാണ് ഒരു ദിവസത്തിന്റെ പകുതിയിൽ ഇത്രയധികം കാര്യങ്ങൾ മാറി മറിഞ്ഞത്? ഏർലി മോർണിംഗ്, രാവിലെ പ്രഭാതത്തിനും സന്ധ്യാസമയത്തിനും ഇടയിൽ എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചുറ്റും മാറി മറിഞ്ഞത്? അദ്ദേഹം ചിന്തിക്കുകയാണ്, രാവിലെ കണ്ടത് ഗ്രാമമായിരുന്നു, സ്കൂൾ വിട്ട് വരുമ്പോൾ അത് മുഴുവൻ നഗരപ്രദേശങ്ങളായിട്ട് മാറി. ഐ വുഡ് ഫൈൻഡ് ദ ആൻസർ അറ്റ് ഹോം വിത്ത് മൈ ഫാദർ. എൻ്റെ വീട്ടിലെത്തി അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ഉത്തരം കിട്ടും. ബട്ട് വെയർ വാസ് മൈ ഹോം? പക്ഷെ എവിടെയായിരുന്നു എൻ്റെ വീട്? എവിടാണ് എൻ്റെ വീട്? എനിക്ക് അതും മനസ്സിലാവുന്നില്ല. ഐ കുഡ് സീ ഓൺലി ടോൾ ബിൽഡിങ്സ് ആൻഡ് ഹോർഡ്സ് ഓഫ് പീപ്പിൾ. എനിക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഉയരമുള്ള അല്ലെങ്കിൽ വലിയ വലിയ ധാരാളം ബിൽഡിങ്ങുകൾ, കെട്ടിടങ്ങളും ധാരാളം മനുഷ്യരെയും മാത്രമാണ്. കാരണം ഒരു നഗരത്തിലാണ് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത്. I hastened on to the crossroads between the gardens and Abu Ghoda. Hastened എന്ന് പറഞ്ഞാൽ ധൃതിപ്പെടുക, വളരെ പെട്ടെന്ന്. ഞാൻ പെട്ടെന്ന് തന്നെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് അവിടേക്ക് എത്തി. എവിടെ? ബിറ്റ്വീൻ ദി ഗാർഡൻസ് ആൻഡ് അബുഗോഡ. അബുഗോഡ എന്ന് പറയുന്നത് കെയ്റോയിലുള്ള, ഈജിപ്തിലെ കെയ്റോയിലെ ഒരു തിരക്കേറിയ സ്ട്രീറ്റ് ആണ്. അവിടെ എനിക്ക് ക്രോസ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ധൃതിയിൽ അങ്ങോട്ടേക്ക് ചെന്നു. ഐ ഹാഡ് ടു ക്രോസ് അബുഗോഡ ടു റീച്ച് മൈ ഹോം. അബുഗോഡ ക്രോസ് ചെയ്താൽ മാത്രമേ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോവാൻ കഴിയുള്ളൂ. ബട്ട് ദ സ്ട്രീം ഓഫ് കാർസ് വുഡ് നോട്ട് ലെറ്റ് അപ്പ്. പക്ഷേ ആ കാറുകളുടെ ഒഴുക്ക്, ആ ഒരു അരുവി പോലെ കാറുകൾ ആ വഴിയിലൂടെ ഒഴുകുകയാണ്. അതെപ്പോൾ നിൽക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. The fire engine siren was shrieking at full pitch as it moved at a snail's pace. സ്നെയിൽസ് പാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഒച്ചിഴയുന്നത് പോലെയാണ് ഇപ്പോൾ ഫയർ എഞ്ചിൻ പോകുന്നത്. ഫയർ എഞ്ചിൻ വളരെയധികം വേഗത്തിൽ ചെല്ലേണ്ടതുണ്ട്. പക്ഷെ ഈ തിരക്കിനിടയിൽ ആ ഫയർ എഞ്ചിൻ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അത് ഒച്ചഴിയുന്നത് പോലെയാണ് അതിനിടയിലൂടെ പോകുന്നത്. അപ്പോഴും ആ സൈറൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ആൻഡ് ഐ സെഡ് ടു മൈസെൽഫ്, അത് കേട്ട് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ലെറ്റ് ദ ഫയർ ടേക്ക് ഇറ്റ്സ് പ്ലഷർ ഇൻ വാട്ട് ഇറ്റ് കൺസ്യൂംസ്. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, ആ തീ ഇപ്പം എവിടെയാണോ തീ കത്തുന്നത് അത് മുഴുവൻ കത്തിത്തീരട്ടെ. തീക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യട്ടെ. അത് മുഴുവനും കൺസ്യൂം ചെയ്യട്ടെ. ഇപ്പോൾ ഒരു കെട്ടിടത്തിനാണ് തീ പിടിച്ചതെങ്കിൽ അത് മുഴുവൻ ആ തീ കൺസ്യൂം ചെയ്തോട്ടെ, അത് മുഴുവൻ എടുക്കട്ടെ എന്ന് ഇദ്ദേഹം പറയുകയാണ്. കാരണം ഫയർ എഞ്ചിന് മുന്നോട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അത്രയ്ക്ക് തിരക്കാണ് റോഡിൽ. എക്സ്ട്രീംലി ഇറിറ്റേറ്റഡ്, എനിക്ക് വളരെയധികം ദേഷ്യം വന്നു. ഐ വണ്ടേർഡ് വെൻ ഐ വുഡ് ബി ഏബിൾ ടു ക്രോസ്. എപ്പോഴാണ് ഇതൊന്ന് ക്രോസ് ചെയ്യാൻ പറ്റുക എന്നോർത്ത് എനിക്ക് ദേഷ്യം വന്നു. ഐ സ്റ്റുഡ് ദെയർ എ ലോങ് ടൈം, ഞാൻ ഇവിടെ വളരെയധികം സമയം നിന്നു. അൺടിൽ ദ യങ് ലാഡ് എംപ്ലോയിഡ് അറ്റ് ദി അയണിങ് ഷോപ്പ് ഓൺ ദി കോർണർ കെയിം അപ്പ് ടു മീ. ആ സമയത്ത്, അതായത് ഞാനിങ്ങനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ധാരാളം നേരം അവിടെ നിന്നു. ആ സമയത്ത് ആ റോഡിനരികിലുള്ള ഒരു അയണിങ് ഷോപ്പ്, അതായത് തുണിയൊക്കെ തേച്ചു കൊടുക്കുന്ന ഒരു കടയിൽ നിന്ന് ഒരു പയ്യൻ, ലാഡ് എന്ന് പറഞ്ഞാൽ ഒരു ബോയ് എന്നർത്ഥമാണ്, ഒരു പയ്യൻ ഇറങ്ങി വന്ന് എൻ്റെ കയ്യിൽ പിടിച്ചു. ഹി സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ആം ആൻഡ് സെഡ് ഗാലന്റ്ലി, ഗ്രാൻഡ്പാ ലെറ്റ് മീ ടേക്ക് യു ക്രോസ്. എന്നിട്ട് അവൻ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. എന്നിട്ട് പറഞ്ഞു, ഗ്രാൻഡ് ഫാദറെ, നിങ്ങളെ ഞാൻ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കാം. അപ്പം ഈ ഒരു ദിവസത്തിനുള്ളിൽ, ഒരു ദിവസത്തെ കാര്യം പോലെയാണ് നമ്മളോട് ഈ കഥ പറയുന്നത്. ആ കുട്ടി രാവിലെ സ്കൂളിലേക്ക് പോയി. പക്ഷെ തിരിച്ചിറങ്ങി വരുമ്പോൾ അയാളൊരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായി. അതുകൊണ്ടാണ് പരിചയത്തിലുള്ള ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ഒരാളെ കാണുന്നത്. അതിനുശേഷം റോഡിൻ്റെ അറ്റത്തെത്തിയപ്പോഴേക്കും അദ്ദേഹം ഒരു വൃദ്ധനായിട്ട് മാറി.